അജപാലകൻ. ഇന്ന് ജൂൺ മാസം 3-ാം തീയതി ബുധനാഴ്ച. വിശുദ്ധ കുർബാനയുടെ വായന ലൂക്കയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ 25 മുതൽ. വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്തേക്ക് വന്നു. അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, ജീവനെ തന്നെ വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല. സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. ഗോപുരം പണിയിച്ചിരിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിൻ്റെ ചെലവ് ആദ്യമേ തന്നെ കണക്ക് കൂട്ടി നോക്കാത്തവൻ നിങ്ങളാരുണ്ട്? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും. അവർ പറയും, ഈ മനുഷ്യൻ പണി ആരംഭിച്ച് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ 20,000 ഭടന്മാരോടുകൂടെ തനിക്കെതിരെ വരുന്നവനെ 10,000 കൊണ്ട് നേരിടുവാൻ സാധിക്കുമോ എന്ന് ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത്? അത് സാധ്യമല്ല എങ്കിൽ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും. ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങൾ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല. ഉപ്പ് നല്ലത് തന്നെ, എന്നാൽ ഉറകിട്ട് പോയാൽ അതിനെങ്ങനെ ഉറകൂട്ടും? മണ്ണിനോ വളത്തിനോ അത് ഉപകരിക്കുകയില്ല. ആളുകൾ അത് പുറത്തെറിഞ്ഞ് കളയുന്നു. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹം നിറഞ്ഞവരെയും, ഇന്നത്തെ സുവിശേഷ സന്ദേശം മിശിഹായ്ക്ക് വേണ്ടി സർവ്വവും ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. നല്ല തീരുമാനമെടുക്കാനുള്ള കഴിവാണ് ജീവിത വിജയത്തിൻ്റെ രഹസ്യം. പരിശുദ്ധാത്മാവാണ് നല്ല തീരുമാനമെടുക്കാനുള്ള കഴിവ് തരിക. വീട് പണിയുന്നതിന് മുമ്പ് എസ്റ്റിമേറ്റ്, പ്ലാൻ എന്നിവയെപ്പറ്റി കൃത്യമായ അന്വേഷണവും പഠനവും നടത്തില്ല എങ്കിൽ പണി പൂർത്തിയാകാതെ കടം വാങ്ങി വിഷമിച്ച് പലരും കടക്കണിയിൽ വീണ് തലയുവരാനാകാതെ അവസാനം പണിത വീട് കിട്ടിയ വിലയ്ക്ക് വിറ്റ് പാപ്പരാകുന്നതും നിത്യവും നമ്മൾ കാണാറുണ്ട്. വിജയസാധ്യതയെപ്പറ്റി അന്വേഷിക്കാതെ യുദ്ധത്തിന് പോകുന്ന രാജാവിൻ്റെ ഉദാഹരണവും നമ്മൾ വായിച്ചു കേട്ടു. ശത്രുവിനെ തോൽപ്പിച്ചാൽ തോറ്റൻ്റെ സമ്പത്ത് മുഴുവൻ സ്വന്തമാക്കാം. തോറ്റാലോ സ്വന്തം സമ്പാദ്യം മുഴുവൻ ശത്രുവിൻ്റെ കൈകളിലാകും. യേശുവിനെ സ്വന്തമാക്കിയ നിത്യരക്ഷയാണ് സ്വന്തമാക്കാൻ പോകുന്നത്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് ഫലമെന്നാണ് ഇന്നലത്തെ കുർബാനയ്ക്കരികളുടെ വായ നമ്മൾ ശ്രദ്ധിച്ചത്. കെട്ടിടത്തിൻ്റെ എസ്റ്റിമേറ്റും പ്ലാനും പഠിക്കുന്നത് പോലെ ദൈവരാജ്യത്തിൻ്റെ എസ്റ്റിമേറ്റും പ്ലാനും ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ പഠിക്കുന്നു. ഒന്ന് വെറുക്കലാണ്. യേശുവിനെ പിൻചെല്ലുവാൻ അവൻ്റെ അപ്പനോ അമ്മയോ ഭാര്യയോ മക്കളോ സഹോദരന്മാരോ സഹോദരിമാരോ തടസ്സം നിൽക്കുന്നെങ്കിൽ അവിടെ എതിർപ്പിനെ വകവയ്ക്കേണ്ടതില്ല എന്ന് അർത്ഥം. 2 ഗോപുരം പണിയുന്നവൻ്റെയും യുദ്ധത്തെ രാജാവിൻ്റെയും 2 ഉദാഹരണങ്ങൾ. യേശുവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവനെ ആലോചന സഹായിക്കാനാണ് ഈ 2 ഉദാഹരണങ്ങൾ. ജീവനെപ്പോലും വെറുക്കുക എന്ന് വെച്ചാൽ യേശുവിനെ വിശ്വസിച്ചതിൻ്റെ പേരിൽ നീ കൊല്ലപ്പെട്ടാലും ഗൗനിക്കേണ്ട. വിശ്വസിക്കുന്നവൻ്റെ ജീവനേക്കാൾ വിലപ്പെട്ടതാണ് അവൻ്റെ ആത്മാവ്. ജീവൻ നഷ്ടപ്പെടുത്തിയാലും ആത്മാവ് നഷ്ടപ്പെടുത്തിക്കൂടാ. ഉപ്പിൻ്റെ ഉദാഹരണവും പഠന വിഷയമാകണം. രുചി കൂട്ടുന്നതാണ് ഭക്ഷണത്തിൽ ഉപ്പ്. 1000 രൂപയുടെ ഇറച്ചി വാങ്ങിയിട്ട് 2 രൂപയുടെ ഉപ്പ് ഇട്ടില്ല എങ്കിൽ 1000 രൂപയുടെ ഇറച്ചിക്ക് രുചി ഉണ്ടാവില്ല. ജീവിതത്തിന് വലിയ സ്വാദ് നൽകുന്നതാണ് യേശുവിൻ്റെ വിശ്വാസം. നിത്യതയുടെ കവാടം തന്നെയാണ് യേശുവിൻ്റെ വിശ്വാസം എന്ന് മനസ്സിലാക്കുക.